എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, കോളനി ഭരണകാലത്തെ ഇന്ത്യൻ കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഉത്തരം, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ്, വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ, ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം, കൃഷിയുടെ വാണിജ്യവൽക്കരണം, 1947 ഇന്ത്യ വിഭജനം. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേ കൊണ്ടുവന്നതിൻ്റെ ഗുണങ്ങൾ എഴുതുക. ഉത്തരം, ജനങ്ങൾക്ക് ദൂരയാത്രകൾ സൗകര്യമായി ലഭിച്ചു, ഉൽപാദന കേന്ദ്രങ്ങളും വിപണികളും തമ്മിൽ ബന്ധിപ്പിച്ചു. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ? ഉത്തരം, സാമ്പത്തിക വളർച്ച, ആധുനീകരണം, സ്വാശ്രയത്വം, നീതി. ഇവ എന്താണെന്ന് നിങ്ങൾ വിശദമാക്കി എഴുതേണ്ടതാണ്. നാലാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഗോതമ്പിനും അരിക്കും ഉയർന്ന വിളവ് ലഭിക്കുന്നതിനുള്ള വിത്ത് ഉപയോഗപ്പെടുത്തുക വഴി കാർഷികോൽപാദനം ഗണ്യമായ വർധനവ് ഉണ്ടായി. ഇത് ആണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇത് ഒരു പുതിയ കാർഷിക തന്ത്രമാണ്. ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഇത് എഴുതേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക നയം വിശദീകരിക്കാൻ. അവയിൽ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ വിശദമാക്കി നമ്മൾ എഴുതേണ്ടതാണ്. അങ്ങനെ ഒരു ചോദ്യം 8 മാർക്കിന് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാവും. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഉത്തരം, കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, കുറഞ്ഞ സാമ്പത്തിക വളർച്ച. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണേണ്ടതാണ്. ഏഴാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കൈക്കൊണ്ടിട്ടുള്ള പദ്ധതികൾ ഏവ? ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണേണ്ടതാണ്. എട്ടാമത്തെ ചോദ്യം, മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിൻ്റെ ഉറവിടങ്ങൾ വിശദീകരിക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ കീവേഡ്സ് നിങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒമ്പതാമത്തെ ചോദ്യം, ജൈവ കൃഷിയുടെ 2 ഗുണങ്ങൾ എഴുതുക. അതുപോലെ തന്നെ കാർഷിക വിപണനം എന്നാൽ എന്ത്? ഈ പാഠത്തിൽ നിന്ന് കുറച്ച് തോന്നെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പത്താമത്തെ ചോദ്യം, ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും വേർതിരിച്ച് എഴുതുക.